എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം, എങ്ങനെ നമ്മുടെ ജീവിതമായി തീരും എന്നുള്ളത് നമുക്കൊരു പക്ഷേ എല്ലാം അറിയത്തില്ലായിരിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ അഭിഷേകം കിട്ടിയിട്ട് വലിയ മാറ്റങ്ങൾ വന്നില്ലെന്ന് തെറ്റിദ്ധരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആമീൻ, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ സ്ഥിതിഗതികൾ സെയിം ആയിരിക്കാം, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ആമീൻ സാഹചര്യത്തിന് വ്യത്യാസമില്ലായിരിക്കാം. പക്ഷെ നിന്റെ അനുഭവത്തെ നീ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, കാണുന്ന പോലെയല്ല, എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് രാജാക്കന്മാർ 17-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. ആദ്യത്തെ അരുളപ്പാടുണ്ടായത് എന്തെന്ന് പറഞ്ഞാൽ, ആഹാബിൻ്റെ കൊട്ടാരത്തിൽ പോയി ദൈവത്തിൻ്റെതായിട്ടുള്ള പ്ലാനിനെ പറ്റിയിട്ട്, അതായത് ഏലിയാവ് പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് കർത്താവ് പറയാൻ പറഞ്ഞപ്പോൾ അത് പോയി ആഹാബിൻ്റെ മുൻപിൽ നിന്ന് ചങ്കുറ്റത്തോടെ പറയുവാൻ, ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ യഹോവയുടെ ദാസനാണ്, യഹോവയാണ് എൻ്റെ ദൈവം, ആമേൻ, യഹോവയായ ദൈവം പറയുന്നത് പോലെ സംഭവിക്കുമെന്നുള്ള രീതിയിൽ ചങ്കുറ്റത്തോടെ പോയി നിന്ന് പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും അടുത്ത 2ാമത്തെ സ്റ്റെപ്പ് ഇവിടെ കർത്താവ് ഏലിയാവിനെ നടത്തുകയാണ്. എന്താണ് അടുത്ത് അരുളപ്പാട് വരുന്നത്? നീ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് എന്ന് പറയുന്ന തോട്ടിനരികെ പാർക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന മറ്റൊരു മർമ്മം എന്ന് പറയുന്നത്, ദൈവം തൻ്റെ ജനത്തെ നയിക്കുന്നത് ഒരിക്കലും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും A മുതൽ Z വരെയുള്ള ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള പ്ലാൻ, ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്ലാനും നമ്മുടെ മുന്നിൽ നിരത്തി വെച്ചിട്ടല്ല ദൈവം തൻ്റെ ജനത്തെ നയിക്കുന്നത്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്, വിശ്വാസ ജീവിതമെന്ന് പറയുന്നത്, ആമേൻ, ഓരോ പടിയിലും നമ്മൾ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണം, ദൈവത്തിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. A മുതൽ Z വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ലായിരിക്കാം, പക്ഷേ ഇന്നലെ വരെ ദൈവം നടത്തിയതിനെ പറ്റി നമുക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം, എങ്ങനെ നമ്മുടെ ജീവിതമായി തീരും എന്നുള്ളത് നമുക്കൊരു പക്ഷേ എല്ലാം അറിയത്തില്ലായിരിക്കും, എല്ലാ ഡീറ്റെയിലും നമുക്കറിയത്തില്ലായിരിക്കാം. പക്ഷേ നമുക്കൊന്നറിയാം, ഇന്നലെ വരെ ദൈവം നടത്തി, ഇന്നും ദൈവം നടത്തി. ആമേൻ, ദൈവത്തിൻ്റെ വാഗ്ദത്തമുണ്ട്. ആമേൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഏലിയാവിനോട് അപ്രകാരം തന്നെയാണ്. സിംഹത്തിൻ്റെ മുമ്പിൽ പോയി ചാടിക്കെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പേപ്പട്ടിയുടെ ഫ്രണ്ടിൽ പോയി ചാടിക്കെടുക്കുന്നത് പോലെ, ഇവിടെ ആഹാബ് എന്ന് പറയുന്ന, ഇസബേൽ എന്ന് പറയുന്ന, ആമേൻ, എന്തും ചെയ്യാൻ മടിക്കാത്ത, പിശാചിൻ്റെ ആത്മാവ് ബാധിച്ച 2 നേതാക്കന്മാരുടെ നടുവിൽ പോയി നിന്നിട്ട് പറയാണ്, നിൻ്റെ ദേശം ക്ഷാമത്തിലേക്ക് പോകാൻ പോവാണ്, ഈ ദേശത്തിൻ്റെ സമൃദ്ധി നഷ്ടപ്പെടാൻ പോവാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഇനി നിങ്ങൾക്ക് മുന്നേറാൻ പറ്റത്തില്ല എന്നൊരർത്ഥം വരുന്ന രീതിയിൽ മഞ്ഞും മഴയും പെയ്യില്ല എന്നൊരു അരുളപ്പാട് പറയാനായിട്ട് കർത്താവ് അയച്ചു. പക്ഷെ അപ്പോഴും അറിയത്തില്ല അടുത്തെന്താണ് ഏലിയാവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ സിംഹം കടിക്കുമോ, ഈ പേപ്പട്ടി പകരുമോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ അവിടെയും ദൈവം പറഞ്ഞത് വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നുകൊണ്ട് ഏലിയാവ് ചെയ്തപ്പോൾ അടുത്ത സ്റ്റെപ്പിനുള്ള ദൈവത്തിൻ്റെ ദൂത്, ഹല്ലേലൂയ, അടുത്തൊരു കാൽവെപ്പിന് ആവശ്യമായ ദൈവത്തിൻ്റെ ശബ്ദത്തെ ഏലിയാവിന് അയച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, നീ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തിൽ പാർക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ തക്ക സമയത്തിൽ നമുക്ക് ആവശ്യമായ ആലോചനകൾ നൽകി നടത്തുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ദൈവസന്നിധിയിൽ നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. ദൈവശബ്ദം കേൾക്കാനായിട്ട് നമ്മൾ സമയം ചെലവിടണം, നമ്മൾ ചെവി കൂർപ്പിക്കണം, നമ്മുടെ ഹൃദയത്തെ നമ്മൾ സ്വീകരിക്കുവാൻ യോഗ്യമായ രീതിയിൽ ദൈവത്തിൻ്റെ ശബ്ദത്തെ, അല്ലെങ്കിൽ ദൈവം നൽകുന്ന പ്രേരണകളെ, ദൈവം നൽകുന്ന ആലോചനകളെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരുക്കമുള്ളതാക്കി വെക്കണം എന്നൊക്കെ ആമേൻ നമ്മൾ പറയുന്നതിൻ്റെ പിന്നിൽ മറ്റൊന്നുമല്ല, ദൈവം നമുക്ക് ആവശ്യമായ ആമേൻ വോയിസസ്, ആമേൻ നിർദ്ദേശങ്ങൾ, ആമേൻ കാഴ്ചകൾ തക്ക സമയത്ത് നൽകും. പക്ഷേ അത് നമ്മൾ പ്രാപിക്കുകയും വേണം. ഹല്ലേലൂയ. ഏലിയാവ് ഈ കൊട്ടാരത്തിനകത്ത് പറഞ്ഞിട്ട് ഈ ദൈവശബ്ദം അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കാതിരുന്നെങ്കിൽ തീർച്ചയായും ഏലിയാവ് കെരീത്തും കാണത്തില്ല, സാറാപത്തും കാണത്തില്ല, ഒന്നും കാണത്തില്ല. ഏലിയാവിൻ്റെ ജീവിതം അതോടെ തീരും. ഹല്ലേലൂയ,
ഹല്ലേലൂയ. പക്ഷെ ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം അവൻ്റെ ചെവി തുറന്നിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ ഹൃദയം ഒരുക്കമുള്ളതായി തീർന്നു. അവൻ്റെ മനുഷ്യൻ വളരെ ജാഗ്രതയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ദൈവത്തിൻ്റെ ശബ്ദം വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ആയിട്ടുള്ള നിർദ്ദേശം ഓൺ സ്പോട്ട് റൈറ്റ് ടൈമിൽ തക്ക സമയത്തിൽ അവനത് ഗ്രാസ്പ് ചെയ്തു, അവനത് പിടിച്ചെടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ഏലിയാവിൻ്റെ ജീവനെ തൊടുവാനായിട്ട് ഒരു ശത്രുവിനും കഴിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. ആമേൻ. സ്തോത്രം. കെരീത്ത് എന്ന് പറയുന്ന തോട്ടിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതിന് നമുക്കിങ്ങനെ പറയാം, അതൊരു ഏകാന്തതയുടെ തോടാണ്, ഏകാന്തതയുടെ സ്ഥലമാണ് കെരീത്ത്. ഹല്ലേലൂയ. ഒറ്റപ്പെടലിൻ്റെ സ്ഥലമാണ് കെരീത്ത്. ആരോരുമില്ലാത്ത ഒരു സ്ഥലമാണ് കെരീത്ത്. അവൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലായിരുന്നു, സപ്പോർട്ടിന് ആരുമില്ലായിരുന്നു, അസിസ്റ്റ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. അപ്പം ഇവിടെ ഒരു വലിയൊരു മഹാസംഭവമാണ് ഇവിടെ ഏലിയാവ് ചെയ്യുന്നത്. എന്താണ്? ഒരു രാജ്യത്തിൻ്റെ കാലാവസ്ഥയെ സ്വന്തം നാവിൽ നിന്ന് വരുന്ന വാക്കുകളുടെ അധികാരത്തിന് കീഴിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഇവിടെ നിയന്ത്രിക്കുകയാണ് ചെയ്തത്. സ്തോത്രം. മനസ്സിലായോ? വലിയൊരു സംഭവമാണ് ഇവിടെ ഏലിയാവ് ചെയ്തത്. കാലാവസ്ഥയെ കൺട്രോൾ ചെയ്യുന്ന അധികാരം ദൈവം അവൻ്റെ മേൽ നൽകി. ആ അധികാരത്തെ അവൻ അവിടെ യൂസ് ചെയ്തു, പ്രവചിച്ചു. എന്നിട്ടും ഏലിയാവിൻ്റെ ജീവിതത്തിൽ വന്നത് ഒരു കെരീത്തായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇത്രയും വലിയ സംഭവം ചെയ്ത മഹാവ്യക്തിയായിട്ട്, ഒരു മഹാനായ വ്യക്തിയായിട്ടും അടുത്ത സ്റ്റെപ്പിൽ പെട്ടെന്ന് അവനൊരു സെലിബ്രിറ്റി ആയില്ല. അവനൊരു വലിയൊരു അവന് കൂടെ നിൽക്കാനായിട്ട് ഒത്തിരി ആൾക്കാരൊന്നും കിട്ടിയില്ല. അടുത്തും വന്നത് കെരീത്ത. പക്ഷേ അവിടെ മറക്കരുത്, നീ ഒറ്റയ്ക്കാണെങ്കിലും ഒരു കെരീത്താണെങ്കിൽ, നിനക്ക് വേണ്ടി കാക്കയെ അയച്ചാണെങ്കിൽ, ഹല്ലേലൂയ, അവൻ പട്ടിണി കിടന്ന ദൈവമല്ല. നീ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടോ നിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവശക്തി വന്നിട്ടോ, ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നിട്ടോ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ അഭിഷേകം കിട്ടിയിട്ട് വലിയ മാറ്റങ്ങൾ വന്നില്ലെന്ന് തെറ്റിദ്ധരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ സ്ഥിതിഗതികൾ സെയിം ആയിരിക്കാം, കണ്ണുകൊണ്ട് നോക്കുമ്പോൾ സാഹചര്യത്തിന് വ്യത്യാസമില്ലായിരിക്കാം. പക്ഷെ നിന്റെ അനുഭവത്തെ നീ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, കാണുന്ന പോലെയല്ല, എന്തോ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിനക്കൊരു കാക്ക ഇല്ലായിരുന്നു, കഴിഞ്ഞ നാളുകളിൽ നിനക്ക് അപ്പം തരാൻ ഒരു കാക്ക ഇല്ലായിരുന്നു, നിനക്ക് ഇറച്ചി കൊണ്ടുവരാൻ ഒരു കാക്ക ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ശക്തി, ദൈവം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവ സാന്നിധ്യം നിന്റെ മേൽ വന്നപ്പോൾ, കണ്ണുകൊണ്ട് നോക്കിയിട്ട് എല്ലാം ഒരുപോലെയാ, പക്ഷെ നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ മാറി. അത് തിരിച്ചറിയാനൊരു ദൂത് പരിശുദ്ധാത്മാവ് ചിലരോട് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാഴ്ച കൊണ്ട് നോക്കുമ്പോൾ വലിയ മനോഹാരിതയൊന്നും ആയിട്ടില്ല, വലിയ ബ്യൂട്ടിഫിക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. നേരത്തതുപോലെ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. നേരത്തെ കിടന്നതുപോലെ തന്നെ ഇപ്പോഴും കിടക്കുന്നത്. പക്ഷേ മനസ്സിലാക്കുക, കിടക്കുന്ന അവസ്ഥ അതാണെങ്കിൽ ഹൃദയത്തിനകത്ത് എന്തൊക്കെയോ മാറ്റം. ഹല്ലേലൂയ. നിൻ്റെ വിശന്ന് ദാഹിച്ചിരുന്ന നിൻ്റെ ഹൃദയത്തിനകത്ത് നിൻ്റെ വിശപ്പിന്, നിൻ്റെ ദാഹത്തിനൊത്തവണ്ണം തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൂതനെ ദൈവം നിനക്കായി അയച്ച് നിൻ്റെ ഹൃദയത്തിനകത്തുള്ള ആ വോയിഡ്സിനെ, ആ ഓട്ടകളെ, ആ ശൂന്യതകളെ ദൈവം തൻ്റെ സ്നേഹത്താൽ നിറയ്ക്കാൻ തുടങ്ങിയെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നീ എല്ലാ നാളും കെരീത്തിലല്ല, നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം നിന്നെ കൊണ്ടെത്തിക്കേണ്ടുന്ന മേഖലകളിൽ തക്ക സമയത്തിൽ എത്തിക്കുന്നവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെരീത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ സംഭവിച്ചത് എന്താ? ശാപമാണല്ലോ ആ ഒരു ദേശത്തിൽ ഏലിയാവ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വചനം ഇങ്ങനെ പറയുന്നത്, തോട്ടിലെ വെള്ളം വറ്റിപ്പോയി. ഹല്ലേലൂയ. ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 7 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തോട് വറ്റിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും സസ്പെൻസിൻ്റെ മേൽ സസ്പെൻസ്. സ്തോത്രം. ഒരിടത്തു നിന്ന് കരകയറി ഒന്ന് ശരിയാകാമെന്ന് കരുതിയപ്പോഴേക്കും ഇവിടെ കെരീത്തിലേക്ക് വരുമ്പോഴേക്കും ആളൊന്നുമില്ല. ഓക്കെ, ശരി, എന്നാലും എന്തെങ്കിലുമൊക്കെ ബെറ്റർ ആകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ദേശത്ത് മഴ പെയ്യാകിയാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കഷ്ടത പോലെ, വീണ്ടും പ്രതിസന്ധി പോലെ, വീണ്ടും എല്ലാം ഒരു മായയായി തോന്നുന്ന അവസ്ഥയിൽ, എല്ലാം ഒരു തോന്നലായി പോയി എന്നുള്ള രീതിയിൽ, മനസ്സിനെ നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ളൊരവസ്ഥയിലേക്ക് ഇവിടെ ഏലിയാവ് കടന്നു പോവുകയാണ്. തോട് വറ്റിപ്പോയി. തനിക്കൊരു നേരത്തെ
ആമേൻ. എന്താ ഈ ചൂടേറിയ ഈ വരണ്ട ക്ലൈമറ്റിൽ തനിക്കൊരല്പം വെള്ളം കെട്ടിക്കൊണ്ടിരുന്നത് ഈ തോട്ടിൽ നിന്നായിരുന്നു, ഈ തോടിൽ നിന്നായിരുന്നു. തനിക്കൊരല്പം ആശ്വാസം ഈ തോടായിരുന്നു. തനിക്കാകെ നോക്കിയിരിക്കാനും സംസാരിച്ചിരിക്കാനും അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യുവാൻ തൻ്റെ കംഫർട്ട് സോണായിരുന്നു ഈ ഒരു തോട്. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദേശത്തിലെ പ്രതികൂലങ്ങൾ, ദേശത്തിലെ ക്ഷാമം, ദേശത്തിലേതായിട്ടുള്ള അവസ്ഥകൾക്ക്, ചുറ്റുപാടുമുള്ള അവസ്ഥകൾക്ക് വ്യത്യാസം വരായികയാൽ സ്തോത്രം, കാക്ക വരുന്നുണ്ടായിരുന്നു. പക്ഷേ കാക്കയോടൊപ്പം തന്നെ ദൈവം തനിക്ക് നൽകിയ ആമേൻ കെരീത്ത് എന്ന് പറയുന്ന തോട് വറ്റിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാക്ക വരുന്നുണ്ട്, തോട് മാത്രമേ വറ്റിയിട്ടുള്ളൂ. ചില അനുഗ്രഹങ്ങൾ ഇപ്പോഴുമുണ്ട്. പക്ഷെ നമ്മൾ ഒത്തിരി വളരെയധികം പ്രതീക്ഷ വെച്ച, വളരെ നമ്മുടെ കംഫർട്ട് സോണായിരുന്ന ചിലതൊക്കെ നഷ്ടപ്പെട്ട് കാണാം. പക്ഷെ എന്നെ കേൾക്കുന്ന ദൈവമക്കളൊന്ന് മനസ്സിലാക്കണം, ഏതെങ്കിലും ചില നന്മകൾ, ചില നിൻ്റെ പ്രതീക്ഷകൾ, നിൻ്റെ എക്സ്പെക്റ്റേഷൻസ് നീ വിചാരിച്ചതുപോലെ നിലനിന്നില്ല. നീ പ്രതീക്ഷ വെച്ച ചില സോഴ്സസ്, ചില അനുഗ്രഹങ്ങളുടെ മാർഗങ്ങൾ നീ കരുതിയതുപോലെ അത് നിന്നെ എല്ലാ നാളും പുലർത്തിയില്ല. ഒരു കാലഘട്ടത്തിൽ നിന്നെ പുലർത്തി, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് നിനക്കൊരു ഫെയിലിയറായി തോന്നിയെന്ന് പറയുന്നതിനർത്ഥം നിൻ്റെ ജീവിതം അതോടെ അവസാനിക്കുന്നു അല്ല, കാക്ക ഇപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. അതിനർത്ഥം നിനക്ക് വേണ്ടി തക്ക സമയത്ത് നന്മകളെ അയച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശ്രദ്ധയുടെ റഡാറിനകത്ത് നീ ഇന്നുമുണ്ട്. റഡാറിന് പുറത്ത് പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് മനസ്സിലാക്കുക, സോഴ്സസിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. നന്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുവാൻ കാരണമായി തീരുന്ന മാർഗങ്ങളിലല്ല നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആശ്രയം വെക്കേണ്ടത്. കറക്റ്റായിട്ട് പറഞ്ഞാൽ സോഴ്സ് അല്ല, റിസോഴ്സ്. പൈസ ഒരു റിസോഴ്സാണ്, നമ്മുടെ ജോലി ഒരു റിസോഴ്സാണ്, നമ്മുടെ ഭർത്താവ് ഒരു റിസോഴ്സാണ്, ഭാര്യ ഒരു റിസോഴ്സാണ്, മക്കളൊരു റിസോഴ്സാണ്, നമ്മുടെ ദൈവദാസൻ ഒരു റിസോഴ്സാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ പടയാളികൾ ഒരു റിസോഴ്സാണ്, നമ്മുടെ അയൽക്കാരൊരു റിസോഴ്സാണ്, നമ്മുടെ ബിസിനസ് ഒരു റിസോഴ്സാണ്. ഒരുപക്ഷെ ചിലർക്ക് നമ്മുടെ വാഹനം നമ്മുടെ ഒരു റിസോഴ്സായിരിക്കാം, നമ്മുടേതായിട്ടുള്ള വീട് നമ്മുടെ റിസോഴ്സായിരിക്കാം, നമ്മുടെ കൃഷി നമ്മുടെ റിസോഴ്സായിരിക്കാം. ചില റിസോഴ്സുകൾ കെരീത്തിൻ്റെതായിട്ടുള്ള തോട്ടിനരികിൽ അല്ലെങ്കിൽ ബാങ്ക്സിലായിരിക്കുമ്പോൾ ഒറ്റപ്പെടലിൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ചില റിസോഴ്സ് നമുക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഒരു റിസോഴ്സ് നഷ്ടപ്പെട്ടിട്ടും മറ്റേതൊക്കെയോ റിസോഴ്സസിലൂടെ നിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. കെരീത്ത് തോടെന്ന് പറയുന്ന അതിലെ വെള്ളമെന്ന റിസോഴ്സ് നിനക്ക് നിന്ന് പോയി കാണും, നിനക്ക് നഷ്ടപ്പെട്ട് കാണും. പക്ഷേ നീ വിചാരിച്ചു ഈ തോടാണ് നിന്നെ നടത്താൻ പോകുന്നത്. കാരണം കർത്താവ് പറഞ്ഞത് കെരീത്ത് തോട്, അതാണ് ഒരു ബ്രാൻഡായിട്ട് അല്ലെങ്കിൽ ഒരു ഓർമ്മയിരിക്കാനുള്ളൊരു പോയിൻ്റായിട്ട് ഒരു ലൊക്കേറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു മാർക്കായിട്ട് നൽകിയത്. കാക്ക ഉള്ള സ്ഥലമെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. കാക്ക ഉള്ളിടത്ത് പോയി പാർക്കാനല്ല കർത്താവ് പറഞ്ഞത്. കെരീത്ത് എന്ന് പറയുന്ന തോട്ടിനായിരിക്കും. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ മുഴുവനും ഈ കെരീത്ത് തോട്ടിലായിരുന്നു. ഹല്ലേലൂയ. കെരീത്ത് തോടെന്ന് പറയുന്ന റിസോഴ്സായിരുന്നു. അപ്പോൾ ഈ തോട് വറ്റിയിട്ടും നമ്മൾ വിചാരിച്ചു ഇതാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകുമെന്നോ അല്ലെങ്കിൽ പോകും എന്ന് പ്രതീക്ഷയിട്ട ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർക്കൗട്ടായില്ല, നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു, നമ്മുടെ ജീവിതത്തിൽ തകർന്നു പോയി. പക്ഷെ എന്നിട്ടും നമ്മുടെ ലൈഫ് അവിടെ ഉടഞ്ഞു പോയില്ല, നമ്മുടെ ലൈഫ് അവിടെ തീർന്നില്ല. എങ്ങനെയൊക്കെയോ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു, എങ്ങനെയൊക്കെ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നു. മനസ്സിലാക്കിക്കോണം, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നൊരു കാക്കയിലൂടെ ദൈവം നമ്മളെ പരിപാലിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പിന്നിലൊന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള റിസോഴ്സസ്, നന്മകളുടേതായിട്ടുള്ള കാരണത്തിന് അല്ലെങ്കിൽ കാരണങ്ങൾ അല്ലെങ്കിൽ നന്മയുടേതായിട്ടുള്ള സംഭവങ്ങൾ, സാധനങ്ങൾ, ജോലി, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ ബാങ്ക് ബാലൻസ്, പൈസ, നമ്മുടെ പേഴ്സിനകത്തുള്ള അവസ്ഥകൾ, നമ്മുടെ സ്വർണം ബാങ്കിൽ ഇരിക്കുന്ന ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ നിലനിർത്തുകയും ഒരു മനുഷ്യനെ കരുതുകയും ഒരു മനുഷ്യനെ മുന്നോട്ട് പോകാൻ ശക്തിപ്പെടുത്തുന്നത്. അതിലുപരിയായി ഇതൊക്കെ ഒരു മനുഷ്യന് ദാനമായി നൽകുന്ന, ഇതിനെയൊക്കെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവായ ഒരു അൾട്ടിമേറ്റ് സോഴ്സായ
റിസോഴ്സായ നിന്നെ കരുതുന്ന ഒരു യഹോവ ഈരയാകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ ശ്രദ്ധയ്ക്കകത്ത് ഇന്നും നമ്മളായിരിക്കുന്നെങ്കിൽ റിസോഴ്സ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ നന്മകളുടേതായിട്ടുള്ള കാഴ്ച കൊണ്ട് നമ്മൾ പ്രതീക്ഷയിട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയാൽ അദൃശ്യ മണ്ഡലത്തിൽ നിന്നെ കരുതുന്ന പരിശുദ്ധാത്മാവിന് നിനക്ക് വേണ്ടി പുതിയ റിസോഴ്സുകളെ തുറക്കുവാൻ അവൻ ശക്തനാ. ഹല്ലേലൂയ. റിസോഴ്സ് അല്ല ഒരു മനുഷ്യനെ മുന്നിലോട്ട് കൊണ്ടുപോകുന്നത്. റിസോഴ്സസിൻ്റെ പിന്നിലുള്ള അൾട്ടിമേറ്റ് സോഴ്സായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് നല്ലൊരു കുടുംബജീവിതം ലഭിച്ചെങ്കിൽ അതിന് കാരണം ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ബാങ്കിനകത്ത് ഒരല്പം പൈസ വരുന്നെങ്കിൽ അതിന് കാരണം വേറൊന്നുമല്ല, ദൈവം നമുക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി നൽകുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ല. പക്ഷേ ആണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. പറയാൻ പറ്റത്തില്ല എന്നേ, അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടേതായിട്ടുള്ള കൃഷിയിൽ പ്രോഫിറ്റും ഉണ്ടാകും, ലോസും ഉണ്ടാകും. സ്തോത്രം. അല്ലേ? നമ്മൾ പുറമേ കുറയോ ഭയങ്കര പ്രോഫിറ്റബിളാണ്, അതിലങ്ങ് പോയി തുടങ്ങിയാൽ മതി, ഇതാണ് ഏറ്റവും ഈസി, ഏറ്റവും പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന വഴി എന്നൊക്കെ പറയും. പക്ഷേ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ. 5 പ്രാവശ്യം ചെയ്യുമ്പോൾ 2 പ്രാവശ്യം പ്രോഫിറ്റ്, 3 പ്രാവശ്യം ഫെയിലായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ഗോഡ്. കൃഷിയിലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ പ്രയത്നമല്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എത്ര തലവത്തിന് എന്തോന്നൊക്കെ ചെയ്താലും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെതായിട്ടുള്ള കരുതലും ദൈവത്തിൻ്റെതായിട്ടുള്ള ഫേവർ, പ്രീതി നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഒന്നും സക്സസ്ഫുൾ ആകാൻ പോകുന്നില്ലാന്നേ. ഹല്ലേലൂയ. നമ്മുടെ തൊഴിലാണോ? ആരോഗ്യം ഇല്ലെങ്കിൽ തൊഴിലിന് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. എത്ര ഡയറ്റ് നോക്കിയെന്ന് പറഞ്ഞാൽ, എത്ര ബോഡി മെയിൻറ്റെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ, ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ ജീവൻ്റെ ഉറവിടമായ ക്രിസ്തു വിചാരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ റിസോഴ്സസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശക്തി, നമ്മുടെ കുടുംബം, ഇതെല്ലാം ഒരു റിസോഴ്സാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മകളുടേതായിട്ടുള്ള മാർഗം, അതാണ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഉപ്പുണ്ടാക്കുന്നത് എങ്ങനെയാണ്? കടൽ വെള്ളം വറ്റിച്ച് അതിൽ നിന്ന് ഉപ്പുണ്ടാക്കും. അപ്പോൾ ഉപ്പിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉപ്പിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് കടൽ വെള്ളമാണ്. ഉപ്പെന്ന് പറയുന്നത് റിസോഴ്സ് എന്തിനാ? നമുക്ക് നല്ല ടേസ്റ്റ് നമ്മുടെ ഫുഡിൽ തരാൻ വേണ്ടിയിട്ട്. മുട്ട എന്ന് പറയുന്നത് ഒരു റിസോഴ്സാണ്, നല്ലതാണ് നമ്മുടെ ശരീരത്തിന്, അല്ലേ? അതൊരു നല്ലൊരു റിസോഴ്സാണ്, നല്ലൊരു മാർഗമാണ്, നല്ലൊരു വിഭവമാണ്. പക്ഷേ ഇതിന് കാരണമായി തീരുന്നത് എന്താണ്? ഒരു കോഴിയാണ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ നല്ലതാക്കുന്ന, നമ്മുടെ ജീവിതത്തെ കുറച്ചും കൂടെ ഹാപ്പിയാക്കുന്ന, തൃപ്തികരമാക്കുന്ന, ഉയർത്തുന്ന, വർദ്ധിപ്പിക്കുന്ന ഒത്തിരി റിസോഴ്സസാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുമുള്ളത്. ഈ റിസോഴ്സുകളൊക്കെ ഒന്ന് ശരിയായെങ്കിൽ, ഈ റിസോഴ്സുകളൊക്കെ ഒന്ന് ബലപ്പെട്ടെങ്കിൽ, ഈ റിസോഴ്സൊക്കെ ഒന്ന് ഗ്രോ ആയെങ്കിൽ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു കുടുംബജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കും. ഭർത്താവ് എന്ന റിസോഴ്സ്, ഭാര്യ എന്ന റിസോഴ്സ്, മക്കളെന്ന് പറയുന്ന റിസോഴ്സ് സ്നേഹിച്ചെങ്കിൽ, സമാധാനത്തോടെ പെരുമാറിയെങ്കിൽ, കരുതിയെങ്കിൽ, അപ്പോൾ ഈ കരുതൽ അല്ലെങ്കിൽ ഈ സ്നേഹം, ഈ സമാധാനം എന്ന ചില സഹായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ചില ഇൻപുട്സ് ഈ റിസോഴ്സ് നൽകുമ്പോഴാണ് എന്താ കുടുംബജീവിതം നമുക്കൊരു അനുഗ്രഹമായി തീരുന്നത്. ഹല്ലേലൂയ. പക്ഷേ ദൈവമക്കൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ഒന്ന്, ഈ റിസോഴ്സുകൾ, ഈ മാർഗങ്ങൾ, ഈ അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള വിഭവങ്ങളിലല്ല നാം ആശ്രയിക്കേണ്ടത്. വിഭവങ്ങൾ മാറി മറിഞ്ഞെന്ന് വരാം, കെരീത്തും വറ്റിപ്പോകും. സ്തോത്രം. കെരീത്തായിരുന്നു ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതീക്ഷ. പക്ഷേ ആ കെരീത്തെന്ന് പറയുന്ന അനുഗ്രഹത്തിൻ്റെ മാർഗം പോലും വറ്റിപ്പോയി. പക്ഷേ അപ്പോഴും നിലനിന്ന ഒരുവനുണ്ടായിരുന്നു, അവന് വേണ്ടി കാക്കയെ അയച്ചു കൊണ്ടിരുന്ന സ്വർഗത്തിൽ നിന്ന് അവനെ കണ്ട ദൈവം. ആമേൻ. ഈ ഒരു മർമ്മത്തെ ഞാൻ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ആമേൻ. ഹല്ലേലൂയ. നന്മകൾ ഉയർന്നും പൊങ്ങിയും നിൽക്കാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓട്ടമാണ്. ഹല്ലേലൂയ. എന്ത് നേടി എന്നുള്ളതല്ല, ദൈവം എങ്ങനെ നടത്തി എന്നുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മോശയുടെ സാക്ഷ്യമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ കനാൻ പോലും കണ്ടില്ല. ഹല്ലേലൂയ. ഒന്നും പൊസസ് ചെയ്തില്ല. പക്ഷെ മോശയുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ വലുതാ. ഹല്ലേലൂയ. മോശയ്ക്ക് ദൈവം വലിയൊരു സ്ഥാനവും നൽകിയിട്ടുണ്ട്.
ചെറിയ ദേഷ്യമൊക്കെ കാണിച്ചത് കൊണ്ടാണ് കനാനിലോട്ട് പറഞ്ഞു വിടാത്തത്. എങ്കിൽ പോലും മോശയെ ദൈവം തള്ളിക്കളഞ്ഞൊന്നുമില്ല. കാരണം പുതിയ നിയമഭാഗത്തിൽ നാം നോക്കുമ്പോൾ യേശുവിൻ്റെ രണ്ട് ചുറ്റും ആരാ വന്നത്? രണ്ട് സൈഡിൽ ആരാ വന്നത്? മോശയും ഏലിയാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരാ. സ്തോത്രം. തേജസ്വീകരിച്ച യേശുവിൻ്റെ വലതും ഇടതായി നിന്ന രണ്ടാൾക്കാരാണ്, ഒന്ന് ഏലിയാവ്, രണ്ട് മോശ. അപ്പോൾ അത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവർ, അപ്പോൾ അത്രയും വലിയ ജീവിതത്തിൽ ജയിച്ചവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ ജീവിതത്തിൽ ജയിച്ചത്. അപ്പോൾ ഈ മോശയുടെ ഏലിയാവിൻ്റെയും പിന്നിൽ ജയത്തിൻ്റെ കാരണം എന്താണ്? അവരുടെ സാക്ഷ്യം തന്നെയാണ്. അവരുടെ ജീവിത അനുഭവം, ജീവിത സാക്ഷ്യം എന്തായിരുന്നു? അവരുടെ ജീവിത സാക്ഷ്യം കനാനല്ലായിരുന്നു. ഹല്ലേലൂയ. കനാനൊക്കെ വന്നും പോയൊക്കെ നിൽക്കും. കനാൻ ഒരു കാലത്തിൽ ശാപമാണെന്ന്, ഒരു കാലത്ത് അനുഗ്രഹമാണ്. ഒരു കാലഘട്ടത്തിൽ അതൊരു ദൈവത്തോട് അടുക്കുവാനുള്ളതാണ്. മറു കാലഘട്ടത്തിൽ അത് ദൈവത്തിൽ നിന്ന് അകറ്റാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. നന്മകളുടേതായിട്ടുള്ള അല്ലെങ്കിൽ അനുഗ്രഹങ്ങളുടെ ലൗകിക മാർഗങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അതൊരിക്കലും എറ്റേണൽ അല്ല, അതൊരിക്കലും സ്റ്റേബിൾ ആയിരിക്കത്തില്ല. പക്ഷെ മോശയുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ മോശ ദൈവത്തോട് കൂടെ നടന്നവന്. ഹല്ലേലൂയ. മോശയെ ദൈവം നടത്തുകയാണ് ചെയ്തത്. സ്തോത്രം. ചെങ്കടലിൻ്റെ മധ്യത്തിൽ നടത്തി, മരുഭൂമിയിൽ ദൈവം മോശയെ നടത്തി. ആമീൻ. പലരും പിറുപിറുത്തപ്പോഴും മോശയെ ദൈവം നിർത്തി. ആമീൻ. ഹോരേബ് പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നപ്പോഴും ദൈവം മോശയോട് കൂടെ ഇരുന്ന് മോശയെ ആരും മറക്കാതെ വണ്ണമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമുള്ള ഒരു ചരിത്ര പുരുഷനാക്കി മാറ്റുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ക്രിസ്ത്യാനികളും മോശയെ ബഹുമാനിക്കുന്നുണ്ട്, മുസ്ലിംസും മോശയെ ബഹുമാനിക്കുന്നുണ്ട്, യഹൂദന്മാരും മോശയെ ബഹുമാനിക്കുന്നുണ്ട്. എന്താണ് കാരണം? കനാനി കയറിയില്ല മോശ, എങ്കിലും ദൈവത്തോടുള്ള ബന്ധം. ഹല്ലേലൂയ. ദൈവം അത്ഭുതകരമായി മോശയെ നടത്തിയ വിധങ്ങൾ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതം വിജയിക്കുക എന്ന് പറയുമ്പോൾ റിസോഴ്സസ് നേടുക അല്ല, സോഴ്സ് ആകുന്ന ദൈവത്തോടം പറ്റിച്ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ വിജയം. സ്തോത്രം. എന്താണെന്ന് കുറച്ചും കൂടെ ഞാൻ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ റിസോഴ്സായ അനുഗ്രഹത്തിൻ്റെ മാർഗമായ കെരീത്ത് വറ്റിയിട്ട് യഥാർത്ഥ കാരണഭൂതനായ ദൈവത്തോട് കൂടെയായിരുന്നു ആര്? ഏലിയാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ആമേൻ. കെരീത്ത് എന്ന് പറയുന്ന തോട് വറ്റിയപ്പോഴും ദൈവം അവനെ മറ്റൊരു സാറാഭത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കാരണഭൂതനായ ദൈവവുമായിട്ട് ഈ ഏലിയാവിന് ബന്ധമില്ലായിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം കെരീത്ത് വറ്റിയതുപോലെ തന്നെ അവിടെ ഉണങ്ങി വരണ്ട് അവിടെ തീരുമായിരുന്നു. ഹല്ലേലൂയ. പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതാ. ആമേൻ. അവരുടെ സമ്പത്തിൽ വിശ്വസിച്ചവർ, ഹല്ലേലൂയ, കുടുംബത്തിൽ വിശ്വസിച്ചവർ, വീട്ടിൽ വിശ്വസിച്ചവർ, അവരുടെ വസ്തുവകകളിൽ വിശ്വസിച്ചവർ, അവൻ സുഹൃത്തുക്കളിൽ വിശ്വസിച്ചവർ, ബിസിനസ്സിൽ വിശ്വസിച്ചവർ, കൃഷിയിൽ വിശ്വസിച്ചവർ, തൊഴിൽ മേഖലയിൽ വിശ്വസിച്ചവർ. പക്ഷേ എവിടെയൊക്കെയോ അവൻ പ്രതീക്ഷിക്കാത്ത മേഖലയിലൂടെ അവൻ പാളിച്ചകൾ പറ്റിയിട്ട് ജീവിതത്തിൽ തോറ്റുപോയി. അവൻ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒത്തിരി വ്യക്തികളെ നമ്മുടെ ചുറ്റുപാടും കാണുവാനേ കഴിയും. പക്ഷേ ആമേൻ, ഏറ്റവും വലിയ ആമേൻ ഈ അനുഗ്രഹങ്ങളുടെ കാരണഭൂതനായ ശ്രേഷ്ഠനായ ദൈവത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കൊരു പ്രത്യേകതയുണ്ട്. ആമേൻ. ജോലി പോയാൽ, ബിസിനസ് തകർന്നാൽ, തൊഴിൽ മേഖലകൾ പാളിപ്പോയാൽ, കുടുംബ ജീവിതത്തിനകത്ത് പ്രതിസന്ധികളും പ്രതികൂലങ്ങൾ വന്നാൽ അവിടെ തളർന്നു പോകത്തില്ല. അവിടെ നിന്ന് പുറത്ത് വന്ന് ആമേൻ പുതിയ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയാണ് ആമേൻ യഹോവയായ ദൈവത്തോട് കൂടെ പറ്റിച്ചേർന്ന് വിശ്വാസത്തോടെ ആശ്രയം വെച്ച് നടക്കുന്നൊരു വ്യക്തി. ഹല്ലേലൂയ. മനസ്സിലായവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലെല്ലാം തകരാൻ പോകുന്നു, നിങ്ങളുടെ ജോലി തകരാൻ പോകുന്നു, നിങ്ങളുടെ ബിസിനസ് തകരാൻ പോകുന്നു, അതല്ല അതിൻ്റെ അർത്ഥം. അർത്ഥം അറിയണമെങ്കിൽ ഇസഹാക്കിനെ നോക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസഹാക്ക് ഭയങ്കര വലിയ സമ്പന്നനായിരുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിലെ വിജയത്തിൻ്റെ രഹസ്യം എന്താണെന്നറിയാവോ? നല്ല പ്രദേശത്തിൽ പോയി കൃഷി ചെയ്തുകൊണ്ടല്ല, നല്ല പ്രദേശത്ത് താമസിച്ചതുകൊണ്ടല്ല. ഇസഹാക്ക് എവിടെ പോയോ അവിടെയൊക്കെ അവന് ശത്രുക്കളുണ്ടായിരുന്നു. സ്തോത്രം. അവിടെ നിന്ന് ഓട്ടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, അവനോട് അതിക്രമം കാണിക്കാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു, മനസ്സമാധാനം കൊടുക്കാതെ അവരെ സമാധാനത്തെ കളയാനായിട്ട് ഒത്തിരി ശത്രുക്കളുണ്ട്. എവിടെ പോയോ അവിടെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ശത്രുക്കൾ കാണെ വിരുന്നൊരുക്കുന്നൊരു ദൈവത്തിൻ്റെ കരുതൽ ഇസഹാക്കിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്താണെന്നറിയാവോ? റഹബോത്ത് എന്ന് പറയുന്നൊരു അനുഗ്രഹം അവൻ ഇസഹാക്കിൻ്റെ മേൽ കർത്താവ് പകർന്നു. അവൻ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി പറഞ്ഞോട്ടെ, ഇസഹാക്ക് വിതയ്ക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അടുത്തുള്ള വയലുകൾക്കൊന്നും വിളവില്ല, അവിടെയൊക്കെ ക്ഷാമവ് കൃഷിനാശവ. പക്ഷേ ഇസഹാക്കിൻ്റെ വയലിൽ മാത്രം 60-100 മേനി വിളവ് വന്നു. എന്താണെന്നറിയാമോ? നിലത്തിൻ്റെ ഗുണമല്ല, കാലാവസ്ഥയുടെ ഗുണമല്ല, അവൻ അതിലൊന്നുമല്ല ആശ്രയിച്ചത്. അവൻ ആശ്രയിച്ചത് ഇതിനൊക്കെ കാരണക്കാരനായ, കാരണഭൂതനായ ഏക സത്യ ദൈവമാകുന്ന യഹോവയായ ദൈവത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാർക്കില്ലാത്ത ഒന്നുണ്ടായിരുന്നു, ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവൻ്റെ ശത്രുക്കളോടൊപ്പം ഇല്ലാത്ത ഒന്നുണ്ടായിരുന്നു, ദൈവം അവനുണ്ടായിരുന്നു. ആമേൻ. ശത്രുക്കൾക്കും വയലുണ്ടായിരുന്നു, ശത്രുക്കൾക്കും വിത്തുണ്ടായിരുന്നു, ശത്രുക്കൾക്കും ഉണ്ടായിരുന്നു സെയിം കാലാവസ്ഥ. പക്ഷെ അതിൽ നിന്നൊക്കെ അപ്പുറമായി ഇസഹാക്ക് വളർന്നു. ഇസഹാക്ക് ബഹുസമ്പന്നനായി തീർന്നു. സാഹചര്യമല്ല, ദൈവത്തിൻ്റെ കൃപ. ആമേൻ. ഗ്ലോറി ടു ജീസസ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ചില കെരീത്തുകൾ വറ്റിപ്പോയെന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകലാനുള്ള സമയമല്ല, ദൈവത്തിൻ്റെ ശബ്ദത്തിനെ കൊതിക്കേണ്ടുന്ന നിമിഷങ്ങളായത്. ഹല്ലേലൂയ. എവിടെയെങ്കിലും കെരീത്ത് തോട് വറ്റിപ്പോയോ, നീ പ്രതീക്ഷ വെച്ച് ചിലതൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ നീ ദൈവത്തിൽ നിന്ന് അകന്നോടേണ്ടുന്ന നിമിഷങ്ങളല്ല. അപ്രകാരം നിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്ത വന്നെങ്കിൽ പിശാചിന് തോറ്റു കൊടുക്കാൻ നീ അനുവദിക്കരുത്. പിശാചിൻ്റെ പ്രലോഭനമാണ്, പിശാചിൻ്റെ പദ്ധതിയാണ്. ദൈവം നിന്നിൽ ആഗ്രഹിക്കുന്നത് കെരീത്ത് തോട് വറ്റുമ്പോൾ നീ ദൈവ ശബ്ദത്തിനു വേണ്ടി ചെവി കോർക്കുന്ന ഒരു ഭക്തനായി തീരാമെങ്കിൽ തക്ക സമയത്തിൽ നിനക്ക് വേണ്ടി അരുളി ചെയ്യുന്ന ഒരു യഹോവയായ ദൈവമുണ്ട്. ഏലിയാവിനോട് കർത്താവ് ഇപ്രകാരം 10-ാം വാക്യത്തിൽ അരുളി ചെയ്യുന്നു, അങ്ങനെ അവൻ എഴുന്നേറ്റ് സാറാപത്തിലേക്ക് പോയി. നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന് സാറാപത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ളൊരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൾട്ടിമേറ്റ് സോഴ്സായ ദൈവം ഏലിയാവിനോടൊപ്പം ഉണ്ടായപ്പോൾ, കെരീത്ത് വറ്റിയപ്പോഴും ദൈവ ശബ്ദത്തിന് വേണ്ടി അവൻ്റെ ഹൃദയത്തിനകത്ത് ദാഹമുണ്ടായപ്പോൾ, വിശപ്പുണ്ടായപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയാണ്. കർത്താവ് പറയുക, മോനെ, കെരീത്ത് തീർന്ന് കാണാം, പക്ഷെ അടുത്ത ചാപ്റ്ററിലേക്ക് നീ കടക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ചെറിയൊരു ടിപ്പ് പറയാം. വലിയ വലിയ പൈസ ഉണ്ടാക്കുന്ന ബിസിനസ്സുകാർക്കൊരു പ്രത്യേകതയുണ്ട്, അവരൊരിക്കലും ഒന്നിൽ നിലനിൽക്കത്തില്ല. സ്തോത്രം. പുതിയ തരത്തിലുള്ള കാശുണ്ടാക്കുന്ന വലിയ വലിയ ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ അവർ ഓരോ ബിസിനസ് തുടങ്ങും, അതിനൊരു നിലവാരം എത്തിയിട്ട് അതിനങ്ങ് വിൽക്കും, എന്നിട്ട് അടുത്തതിലേക്ക് പോകും. ഹല്ലേലൂയ. ആ കമ്പനി അവർ വിൽക്കും, ആ സ്ഥാപനത്തെ അവർ വിൽക്കും. അല്ലെങ്കിൽ ഒരു കാലഘട്ടം അപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അവരെപ്പോഴും മാർക്കറ്റ് സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കും, മാർക്കറ്റ് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കും. ഓരോ സമയത്തിലെ ട്രെൻഡ് അനുസരിച്ച് അവർ സെയിൽസ് ചെയ്യും. ആ സെയിൽസ് ചെയ്ത റവന്യൂ അവർ എടുത്തു വയ്ക്കും, അടുത്ത ട്രെൻഡ് അനുസരിച്ചുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരിടത്ത് നിൽക്കത്തില്ല, അവർ മാറി 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 സഞ്ചരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒന്നുണ്ട്, കാലം മാറുമ്പോൾ ചില ബിസിനസ്സുകളൊക്കെ കൊളാപ്സ് ആകും, ചിലതൊക്കെ നഷ്ടപ്പെടും, അത് മുന്നോട്ട് പോകത്തില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഫുഡിൻ്റെ ബിസിനസ്. സ്തോത്രം. ഇപ്പോൾ പണ്ടെന്ന് പറയുമ്പോൾ ഫുഡ് ബിസിനസ് ഭയങ്കര ലാഭമാണ്. 1 കിലോ അരിക്ക് ഇത്ര രൂപ, പക്ഷേ ഒരു ഊണിന് ഇത്ര രൂപയാണ്, 50 രൂപയാണ്, അല്ലെങ്കിൽ 60 രൂപയാണ്, 100 രൂപയാണ്. ഒരു ബിരിയാണിക്ക് ഇത്ര രൂപ നമുക്ക് ചിലവ്, പക്ഷേ അത് വെച്ചാൽ അതാണ്. പക്ഷേ ഇന്ന് എന്താ പ്രശ്നമെന്നറിയാമോ? ഇന്ന് കോമ്പറ്റീഷൻ വർദ്ധിച്ചപ്പോഴേക്കും വലിയ പ്രോഫിറ്റ് മാർജിനൊന്നുമില്ല. എല്ലാവരും വില താഴ്ത്തി മാക്സിമം. എന്നാൽ അന്നും ഇന്നും ഒരേ വിലയില്ല. ചിക്കൻ ബിരിയാണിക്ക് അന്ന് 100 രൂപ തന്നെ, അല്ലെങ്കിൽ 110 രൂപ തന്നെ, ഇന്നും 110 രൂപ. പക്ഷേ ചിക്കൻ്റെ വില കൂടി. ഹല്ലേലൂയ. അരിയുടെ വില കൂടി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആൾക്കാരുടെ ശമ്പളം കൂടി, പക്ഷേ വിൽക്കുന്ന സാധനത്തിൻ്റെ വില എന്ത് ചെയ്തില്ല? കൂടിയില്ല. അപ്പോൾ പ്രോഫിറ്റ് മാർജിൻ കുറയാൻ തുടങ്ങി. കാരണം കോമ്പറ്റീഷൻ വർദ്ധിച്ചു, വില കൂട്ടാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ 80 രൂപയ്ക്ക് ബിരിയാണി കിട്ടുവാണെങ്കിൽ 60 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ ഒരു 90 രൂപയുടെ ഒരു ബിരിയാണി ഉണ്ട്, 2 പേർക്ക് കഴിക്കാം. സ്തോത്രം. അപ്പോൾ 45 രൂപ ഒരു ബിരിയാണി. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വില വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്. വലിയ വലിയ ഹോട്ടലുകൾ പോലും ഇന്ന് അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുക. കാരണം ഫുഡ് ബിസിനസ്സിൻ്റെ കാലം കഴിഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഭയങ്കര കോമ്പറ്റീഷനായിപ്പോയി. പ്രോഫിറ്റ് മാർജിൻ വളരെ ചുരുങ്ങി. കാരണം വിലവർധനമുണ്ടായി, പക്ഷേ സാധനങ്ങളുടെ മെനുവിൽ വിലവർധനമുണ്ടായില്ല. അപ്പോൾ ഇന്ന് ഒത്തിരി ഹോട്ടലിൽ തന്നെ പിടിച്ചു നിന്നവരെല്ലാം
ഇന്ന് വലിയ പ്രതിസന്ധികളുടെ. പക്ഷേ അതേ സമയത്ത് തന്നെ മാർക്കറ്റിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളെ മനസ്സിലാക്കി ദൈവം നയിക്കുന്നതിനനുസരിച്ച്, ദൈവം നൽകുന്ന ജ്ഞാനത്തിനനുസരിച്ച് അവൻ ഓട്ടക്കളത്തിൽ ഒരിടത്ത് ഒതുങ്ങി നിൽക്കാതെ ഓടേണ്ടുന്ന ഓട്ടത്തിൽ ഓടുന്നവർ പലരും, അവൻ ദൈവത്തിൽ വിശ്വസിച്ച് ഓടുന്ന പലരും വീണുപോയില്ല, പലരെയും ദൈവം നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ഹോട്ടലിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ, ഇവിടെ നമ്മുടെ വിഷയം ഹോട്ടലൊന്നും അല്ല. ഹല്ലേലൂയ, നമ്മുടെ വിഷയം അതൊന്നും അല്ല. ദൈവം നമ്മളെ നടത്തുന്ന പാതയിൽ നടക്കാമെങ്കിൽ അതൊരിക്കലും തകർച്ചയ്ക്കല്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്കും അനുഗ്രഹവുമായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിലയിടത്ത് കർത്താവിൻ്റെ ആലോചന കേട്ട് തിരിച്ചിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതൊരിക്കലും തകർച്ചയാകത്തില്ല. ആലോചനകൾ നൽകുമ്പോൾ, കെരീത്തിൽ നിന്ന് സാറാഫത്തിൽ പോകാൻ പറയുമ്പോൾ അവൻ ഒന്ന് ശ്രദ്ധയുണ്ടാകണം, ദൈവവുമായി കണക്ഷൻ ഉണ്ടാകണം. 2 സാറാഫത്തിൽ പോകാൻ പറയുമ്പോൾ പൊക്കോണം. ആമേൻ, ഗ്ലോറി ടു ഗാഡ്. കെരീത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കരുത്. ഓ ദൈവം എന്നോട് പറഞ്ഞതാ കെരീത്തിൽ പോവാൻ, ഓ ദൈവമായി എന്നോട് പറഞ്ഞത് കെരീത്തിൽ പോകുമ്പോൾ നിൻ്റെ സ്ഥിതിഗതികൾ മാറുമെന്ന്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന പരിപാടിയല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി. ദൈവം നിന്നോട് സാറാഫത്തിൽ പോയി പോകാൻ പറഞ്ഞാൽ നീ മല്ല് പിടിച്ചുകൊണ്ട് നിൽക്കരുത്, മര്യാദയ്ക്ക് അനുസരിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോടൊക്കെ വ്യക്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നീ ഒന്നിൽ പിടിച്ചുറച്ച്, അവൻ ദൈവം പറഞ്ഞിട്ടാണ് നീ കരുത്തി പോയത്, തെറ്റല്ല. പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം, അതിൻ്റെ സമയം തീർന്നു. ഹല്ലേലൂയ. നിൻ്റെ കെരീത്തിൻ്റെ സീസൺ കഴിഞ്ഞു, അടുത്ത് സാറാഫത്തിൻ്റെ സീസണാണ്. ഹല്ലേലൂയ. ദൈവം നടത്തുന്ന പാതയിൽ നടക്കുവാൻ ആമേൻ മനസ്സൊരുക്കമുള്ളവരായി, ശ്രദ്ധയുള്ളവരായി, ജാഗ്രതയുള്ള ആത്മാക്കളായി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുങ്ങാം. ആമേൻ ദൈവത്തിൻ്റെ ആലോചനകളെ നമുക്ക് ഏറ്റെടുക്കാം. ആമേൻ മൂവ് ചെയ്യാം. ഓടുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. ഉറങ്ങുന്നവരെ അല്ല. ആമേൻ. ഒരിടത്ത് ഒതുങ്ങിക്കൂടി തൃപ്തി പ്രാപിക്കുന്നവരല്ല ദൈവത്തിന് ഇഷ്ടം. ആമേൻ ചൂരച്ചെടിയുടെ ആമേൻ കീഴിപ്പോൾ ഡെയിലി അവ തൃപ്തിയോടെ ഇത് മതി, എനിക്ക് ഇത് തന്നെ എൻ്റെ സുഖം, ഇത് തന്നെ നല്ല സന്തോഷം എന്ന് പറഞ്ഞിരുന്നപ്പോൾ കർത്താവ് അവൻ്റെ കംഫർട്ടിനെ കളഞ്ഞിട്ട് പറഞ്ഞു, നിന്നോട് ഇവിടെ സുഖിച്ചിരിക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചത്, നിന്നോട് ഓടുവാനാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.